ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ആദ്യം നമുക്ക് വെജിറ്റബിൾസും മസാലയും കൂടി ഇട്ട് വഴറ്റിയെടുത്തിട്ട് വേണം കുക്കറിൽ വിസിലടിച്ചെടുക്കാൻ. അതിന് വേണ്ടി ഒരു കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഒരു 5-10 ബീൻസ്, 2 വലിയ ക്യാരറ്റ്, 2 വലിയ കിഴങ്ങ്, 2 സവാള, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളകും കൂടാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഇവിടെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. ഞാനിത് 1 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്. നമുക്കിനി ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.